വിജയകുമാർ, പോത്തിനോടൊരു പ്രണയം വന്നിരിക്കുന്നു കാശ്മീർക്ക്. പോത്തിറച്ചി കൂടുതൽ തിന്നരുത്. ഇതിങ്ങനെ കരുത്താ, ഇത് കരുത്തല്ലെങ്കിൽ നല്ല മസിലൊക്കെയാണ്. സൂപ്പർ അല്ലേ? സൂപ്പറാണ്. അപ്പൊ എന്തായാലും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒന്നാം ഹീറ്റ്സിൽ ട്രാക്ക് 1-ൽ ട്രാക്ക് 2-ൽ ആലപ്പാടൻ, മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ്, നാലാം ട്രാക്കിൽ ആനാരി. എല്ലാവരും റെഡിയാണ്. വെടിപൊട്ടിയാൽ പായും പുലി, പായും പോലെ മിന്നൽ പിണറ് പോലെ പാഞ്ഞു വരും. അതിനിടയിൽ മേഘക്കീറുകൾക്കിടയിൽ നിന്ന് വിഴി തുറക്കും. ഇങ്ങനെയാണ് മേഘപാളികൾക്കിടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങും. ആ മേഘപാളികളിൽ നിന്ന് ക്യാമറ ഇറങ്ങിക്കഴിഞ്ഞു. കണ്ണു തുറന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അല്ലെ, മേഘക്കീറുകൾക്കിടയിൽ നിന്ന് അവൻ വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരികയാണ്. ആസ്വദിക്കൂ. ഓക്കെ. അപ്പോ അതായത് ട്രാക്കുകളിലായിട്ട് പായിപ്പാടൻ, ആലപ്പാടൻ, ആയാമ്പറമ്പ്, ആനാരി. വെടിപൊട്ടിയോ? മത്സരം തുടങ്ങുന്നു. ആദ്യ റൗണ്ട് തുടങ്ങുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ട്രാക്ക് 1-ൽ പായിപ്പാടൻ, ട്രാക്ക് 2-ൽ എത്തിയാൽ അവിടെ തുടങ്ങും. അതാണ് കണക്ക്. അവരവിടെ എത്തി. ഇതിപ്പോ തുടങ്ങും. വിജയകുമാർ, പായിപ്പാടനാണോ ആലപ്പാടനാണോ ആയാപറമ്പാണോ ആനാരിയാണോ അറിയാം. വെടിപൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പോകുന്നു. ഇവരവിടെ പോയിന്റിൽ എത്തിയാൽ വെടി മുഴങ്ങും. വെടിപൊട്ടിയാൽ പുലി പായും. അല്ലേ? ഇപ്പൊ പൊട്ടും. ശബ്ദം കൊണ്ട് ഓടിവായോ. അല്ലേ? അരുൺരാജ് ചേരുന്നു നമുക്കൊപ്പം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ അവിടെ നിന്നുള്ള സന്ദേശം ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഹാഷ്മി അല്പസമയത്തിനകം, അതായത് ട്രാക്ക് പൂർണ്ണമായും ക്ലിയർ ആണെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അല്പസമയത്തിനകം തന്നെ ആ ക്ലിയർ മെസ്സേജ് ഇവിടെ ലഭിച്ചാൽ ഉടൻ ആ മെസ്സേജിന് തൊട്ട് പിന്നാലെ ഇവിടെ നിന്ന് വെടിമുഴക്കം ഉണ്ടാകും. അതിന് പിന്നാലെയാണ് പായിപ്പാട് ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിലും അൽബാങ്കോ തെക്കേക്കര ക്ലബിന്റെ ആയാപ്പറമ്പാണ്ടി മൂന്നാം ട്രാക്കിലും ജീസസ് ബോട്ട് ക്ലബിന്റെ കൊല്ലത്തിന്റെ ആനാരി ചുണ്ടൻ ആലാപ്പറമ്പിലും ആദ്യ ഫീഡ്സിൽ ഏറ്റുമുട്ടുന്നത്. നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു. വള്ളങ്ങൾ ക്രമമായി പിടിച്ചിടുകയാണ്. ക്രമമായി പിടിച്ചിട്ടാൽ അല്പസമയത്തിനകം തന്നെ ആദ്യ വെടിപൊട്ടും. ആദ്യ വെടിപൊട്ടിക്കഴിഞ്ഞാൽ തീപാറുന്ന വേഗത്തിൽ പുന്നമടയുടെ ഓളങ്ങളെ തീ പിടിപ്പിച്ചുകൊണ്ട്, ഈ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഈ കരുനാഗങ്ങൾ പാറി എത്തുന്നത്, അത് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച, അത് എക്കാലവും നമുക്ക് മനസ്സിലോർത്തു നിൽക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളായിരിക്കും. അവരെ സംബന്ധിച്ച് വാശിയുടെയും വീറിന്റെയും പോരാട്ടമാണ്. ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സ്പീഡ് ബോട്ടുകൾ അവിടെ നിന്ന് ട്രാക്ക് ക്ലിയർ ആയിക്കൊണ്ടുള്ള നിർദ്ദേശവുമായി സ്പീഡ് ബോട്ടുകൾ എത്തിയാണ്. ആ നിർദ്ദേശം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഈ വിഷ്വൽ ട്രീറ്റ് ആണ്. വളരെ മനോഹരമായ ഒരു വിഷ്വൽ സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് സ്കെയിൻ. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. പുലി പായുന്നു. ഇറക്കൂ. മേഘപാളികളിൽ നിന്ന് അവൻ ഒരിക്കൽ കൂടി വരും. മനോഹരമായ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയും നമ്മൾ ക്ഷണിക്കുന്നു. 24 സ്ക്രീനിലൂടെ നിങ്ങൾ അത്ഭുതകരമായ കാഴ്ചകൾ കാണൂ. ഒന്നാം ഹീറ്റിൽ ആദ്യ ട്രാക്കിൽ
രണ്ടാം ട്രാക്കിൽ ആലപ്പാടൻ, മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ്, നാലാം ട്രാക്കിൽ ആനാരി. ഇനി ഒരു ചോദ്യം വിജയകുമാർ ചോദിക്കല്ലോ. ആരാടനാണോ? അതെ, പായിപ്പാടനാണോ, ആലപ്പാടനാണോ, ആയാപറമ്പാണോ, ആനാരിയാണോ, അല്ലെങ്കിൽ ആനാരിയാണോ, ആയാപറമ്പാണോ, ആയപ്പാടനാണോ, പായിപ്പാടനാണോ? സുഖം അതെ, ഒരു താളം. അതിന് താളമുണ്ട് സ്കൈൻ. അതിങ്ങനെ ഒരു താളത്തിൽ പാടാം. പായിപ്പാടനാണോ, ആലപ്പാടനാണോ, ആയാപറമ്പാണോ, ആനാരിയാണോ? ഇനി തിരിച്ച് ആനാരിയാണോ, ആയാപറമ്പാണോ, പാലപ്പാടനാണോ, പായിപ്പാടനാണോ? നിങ്ങളെ പുരുഷനായി ജനിക്കേണ്ട ആളല്ല. ഓക്കെ, ഗ്രേറ്റ് അല്ലേ? പായിപ്പാടൻ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ചൂട് ഒന്നാം ട്രാക്കിൽ, സൗത്ത് പറവൂർ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ നിയുക്ത മന്ത്രി കൂടിയാണ് പോകുന്നത്. തോമസ് മന്ത്രിയാകാൻ പോവുകയാണ്. നിയുക്ത മന്ത്രി കൂടിയാണ്. ഇത് ഇന്നത്തെ തീരുമാനം. നമ്മുടെ PA മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് പാഞ്ഞു പോയത്. പായുന്ന പുലി നാളെ മന്ത്രിയാകാനുള്ള ആള്. നാളെ ഇന്ന് തീരുമാനം വന്നു. ഓൾറെഡി മന്ത്രിയായ ഒരാളും നാളെ മന്ത്രിയായ ആളും തമ്മിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PA മുഹമ്മദ് റിയാസും തോമസ് കെ തോമസുമാണ് പാഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ ടൂറിസത്തിന്റെ പി പ്രസാദും ഉണ്ട് അല്ലെ? അപ്പൊ 3 മന്ത്രിമാർ അല്ല, ഒരു മന്ത്രി ആള് കാഴ്ച പരിധിയിൽ എത്തിയിരിക്കുന്നു. ദൃശ്യപരിധിയിൽ ആലപ്പാടനാണോ, ആയാവറമ്പാണോ, ആനാരിയാണോ? ആരാ കയറി വരുന്നേ? ഒറ്റക്കൊരു വരവുണ്ട്. അയ്യോ, ഒറ്റക്കൊരു വരവാണ്. അത് ആയാപറമ്പാണോ, അത് ആലപ്പാടനാണോ, അത് പായിപ്പാടനാണോ? ആരോ രണ്ടുപേര് പാഞ്ഞു വരുന്നുണ്ട്. പായും പുലികളെ പോലെ കുതിച്ച് പാഞ്ഞു വരുന്നുണ്ട്. ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് വരുന്നത് ആനാരിയാണോ, ആയാപറമ്പാണോ, ആലപ്പാടനാണോ, പായിപ്പാടനാണോ? വള്ളപ്പാടുകൾക്ക് മുന്നിൽ ഒരു മത്സരവും ഇല്ലാതെ കേറി വരുക. ആരോ കയറി വരുന്നുണ്ട്. ഒറ്റയ്ക്ക് കയറി വരുക എന്ന് പറഞ്ഞാൽ അത് കാര്യമായ മത്സരങ്ങളില്ലാതെ ആനാരി ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി 4ാം ട്രാക്കിൽ ഓടിയ ആനാരി കയറി വരികയാണ്. ആദ്യ ഹീച്ചിൽ കൊല്ലത്തിന്റെ ആനാരി ഇവിടെ പുന്നമടയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആനാരി ബഹുദൂരം മുന്നിൽ, വള്ളപ്പാടുകൾക്ക് ബഹുദൂരം മുന്നിൽ ആനാരി കയറി വരിക. ആനാരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പായിപ്പാടനോ, ആലപ്പാടനോ, ആയാപറമ്പ് വാണ്ടിക്കോ, ആനാരിക്കോ. വിഷ്ണു ആനാരി ഉറപ്പിച്ചോ? ആദ്യ ഹീറ്റ്സ് ആനാരി ഉറപ്പിച്ചോ? വിഷ്ണു സൗമ്യ ഷിബുവാ പറയുന്നത് അടിച്ചു കയറി വായു. അടിച്ചു കയറി വരുന്നത് ആനാരിയാണെന്ന് തോന്നുന്നു. സുരേഷ്, എന്താണ് സംഭവിക്കുന്നത്? വള്ളപ്പാടകലെയാ ആനാരി ലീഡ് ചെയ്യുന്നു. വിഷ്ണു സുരേഷ് എവിടെയാണ്? ആദ്യ ഹിറ്റ്സ് മത്സരത്തിൽ പായിപ്പാടൻ, ആലപ്പാടൻ, ആയാപറമ്പ്, ആനാരി. പായിപ്പാടനോ, ആലപ്പാടനോ, ആയാപറമ്പനോ, ആനാരിയോ? കരുത്ത് തെളിയിക്കുകയാണ്. ആദ്യ ഹീറ്റ്സിൽ കൊല്ലത്തിന്റെ ആനാരി ചുണ്ടൻ അടിച്ചു കയറി വരുന്നു. ആനാരിക്ക് ഒരു മത്സരവും ഇല്ല. ഒരുപാട് വള്ളപ്പാട് മുന്നിൽ. ആദ്യ മത്സരത്തിലെ വിജയം ഉറപ്പിക്കുന്നു. വള്ളപ്പാടുകൾക്ക് ആയാപറമ്പ് പാണ്ടിയെ പിന്നിലാക്കി ആനാരിച്ചുണ്ടൻ. കുട്ടനാടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തുഴക്കരുത്ത് ജീസസ് ബോട്ട് ക്ലബിന്റെ കരുത്തിൽ 11ാം നമ്പർ വള്ളം, 8ാം നമ്പർ വള്ളം ആനാരിച്ചുണ്ടൻ 1750 മീറ്ററുള്ള ഹീറ്റ്സിൽ 1ാം സ്ഥാനം നേടുന്നു. അതിന് സമയക്രമം മാത്രമാണ് അറിയാനുണ്ട്. വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി മങ്കമ്പിനെയും പായിപ്പാടിനെയും ആലപ്പാടനെയും എല്ലാം വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി ആനാരിച്ചുണ്ടൻ. 3 വള്ളപ്പാടുകൾക്ക് മങ്കമ്പ് ബോട്ട് ക്ലബിനെ പിന്നിലാക്കി ആനാരിച്ചുണ്ടൻ ആദ്യ ഹീറ്റ്സിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. സമയക്രമം കൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ 4 മിനിറ്റിൽ താഴെയായിരിക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റിൽ താഴെയായിരിക്കാം സമയക്രമം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2ാം സ്ഥാനവുമായി ആയാപറമ്പ് പാണ്ടി പിന്നാലെയുണ്ട്. ആയാപറമ്പ് 19ാം നമ്പർ വള്ളം ആയാപറമ്പ് പാണ്ടി രണ്ടാമത് താളത്തിൽ തുഴഞ്ഞു വരികയാണ്. പായിപ്പാടനും ആലപ്പാടനുമെല്ലാം അവരൽപ്പം പതുക്കെയാണ്. ഇനിയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.